ഹായ് ഓൾ, അസ്സാം വലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ല, എല്ലാവരും സേഫായിട്ടിരിക്കുക, വീട്ടിൽ തന്നെ ഇരിക്കുക. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അറബിക് ഡിഷായ ഷോർബ നിങ്ങളായിട്ട് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ നാട്ടിൽ നമുക്ക് ഭയങ്കര പ്രിയപ്പെട്ടതല്ലേ തരിക്കഞ്ഞി, റമദാൻ, അതേപോലെ അറബികളുടെ ഒരു പ്രിയപ്പെട്ട ഡിഷാണ് ഈ ഒരു ഷോർബ. ഇത് ഇക്കാൻ്റെ ഫ്രണ്ട് ഉണ്ട് തൗഫിക്ക, അവർ ഇക്കാക്ക് വിട്ടുകൊടുത്തിട്ടുള്ള ഒരു റെസിപ്പായിരുന്നു. അങ്ങനെ ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ കരുതി ഈ ഒരു റെസിപ്പി നിങ്ങളായിട്ട് കൂടെ ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് അടക്കാം. ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് എല്ലില്ലാത്ത ഒരു ചെറിയ പീസ് ചിക്കൻ നല്ലതുപോലെ ചെറുതായി മുറിച്ചെടുത്തത് വേണം. അതുപോലെ ഒരു ചെറിയ സവാള ചെറുതായി മുറിച്ചെടുത്തത്, പിന്നീട് ഒരു തക്കാളി അതിൻ്റെ തൊലി കളഞ്ഞ് ഉള്ളിലെ കുരു ഉണ്ടല്ലോ അതൊക്കെ കളഞ്ഞ് നല്ലപോലെ മുറിച്ചെടുത്തത് വേണം. പിന്നീട് കുറച്ച് മല്ലിയില ഇതുപോലെ ചെറുതായി മുറിച്ചെടുത്തത് വേണം. പിന്നീട് നമുക്ക് വേണ്ടത് കുറച്ച് ഓട്സാണ്. അതുപോലെ ഒരു പകുതി ചെറുനാരങ്ങ വേണം. പിന്നീട് മാഗി ക്യൂബ് ഉണ്ടല്ലോ, ചിക്കൻ ക്യൂബ്, അതുകൂടെ നമുക്ക് ആവശ്യമുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ പാൻ ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇതുപോലെ ചിക്കൻ പീസും പിന്നെ നമ്മുടെ ആ ഒരു ചിക്കൻ ക്യൂബ് ഉണ്ടല്ലോ മാഗിയുടെ, അതിൽ നിന്ന് ഒരു ക്യൂബ് മാത്രം എടുത്ത് ഇതുപോലെ കൈവച്ച് പൊടിച്ചിട്ട് കൊടുത്തു. എന്നിട്ട് അതിലേക്ക് 4 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഈ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മുടെ ആ ഒരു ചിക്കൻ ക്യൂബിൽ തന്നെ ഉപ്പുണ്ടാവും. അപ്പോൾ നമ്മുടെ വെള്ളം ഇവിടെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ചിക്കനൊന്നും വെന്ത് വരണം. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് നോക്കിയിട്ട്, ഉപ്പില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ പീസൊക്കെ ഇവിടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി ഉണ്ടല്ലോ, അപ്പോൾ ആ തക്കാളി ചേർത്ത് കൊടുക്കണം. ഞാൻ പറഞ്ഞ പോലെ തൊലി കളഞ്ഞ് അകത്തുള്ള കുരു എല്ലാം കളഞ്ഞിട്ട് വേണം കേട്ടോ നമ്മൾ ഈ തക്കാളി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് ഈ ഒരു 1/2 പീസ് ചെറുനാരങ്ങയുടെ ജ്യൂസ് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ കുരു പെടാണ്ട് ജ്യൂസ് മാത്രം ഒഴിച്ച് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഓട്സ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഓട്സ് ചേർത്ത് കൊടുക്കുമ്പോൾ 1 ഗ്ലാസ് വെള്ളത്തിന് 2 ടേബിൾ സ്പൂൺ ഓട്സ് എന്ന രീതിയിലാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 4 ഗ്ലാസ് വെള്ളമല്ലേ എടുത്തത്, അപ്പോൾ അതിലേക്ക് 8 ടേബിൾ സ്പൂൺ ഓട്സ് ചേർത്ത് കൊടുത്തു. ഇപ്പോൾ ഇതൊന്ന് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. 1 മിനിറ്റും 2 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്കിതിങ്ങനെ ആയി കിട്ടും. അതിനുശേഷം ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കിനി ഈ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഒന്ന് താളിച്ച് ഒഴിച്ച് കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ നല്ലപോലെ ചൂടാക്കി അതിലേക്ക് നമ്മുടെ സവാള ചേർത്ത് കൊടുത്തു. ഇനി ഈ സവാള ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നല്ലതുപോലെ മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കളർ മാറി കിട്ടിയാൽ മതി. അതിനുശേഷം നമുക്കിനി ഇത് നമ്മുടെ ഷോർബയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ആക്കണം. അപ്പോൾ ഇത്രയും പണിയുള്ളൂ. നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഷോർബ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മാത്രമല്ല ക്ഷീണത്തിനൊക്കെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശവും എല്ലാം കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോയിലൂടെ വരാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക, വീട്ടിൽ തന്നെ ഇരിക്കുക. അപ്പോൾ എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.